എല്ലാവർക്കും നമസ്കാരം. PT അസ്ട്രോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജഗന്നാഥഹോരയിലെ ദശാ ടൂളിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾക്ക് പഠിക്കാം. അതായത് ദശാപഹാരങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനിവിടെ ജഗന്നാഥഹോര ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വന്നു. ഇവിടെ തൽക്കാലം നമ്മൾക്കൊരു പഠനത്തിന് വേണ്ടിയിട്ടൊരു ജാതകം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ ജാതകം തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ബേസിക് എന്ന സെക്ഷനിലായിരിക്കും ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവുക. നമുക്ക് ദശകളെക്കുറിച്ച് അറിയേണ്ടതുകൊണ്ട് ദശയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വിംശോത്തരി ദശ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദശയിലെ അപഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അപഹാരങ്ങൾ, അതായത് അന്തർദശയിലെ പ്രത്യന്തരദശ അറിയണമെങ്കിൽ നമ്മൾക്ക് വേണ്ട പോലെ അവിടെ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഏകദേശം 5-6 ലെവൽ വരെയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ദേഹ അന്തർദശ വരെ പോവാം. അതായത് 6 ലെവൽ വരെ താഴോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് റിസർച്ച് ചെയ്യാൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. ഇനി അടിയിൽ 3 ഓപ്ഷൻസ് നിങ്ങൾ കാണാം. നക്ഷത്രദശ, അതായത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി, രാശികളെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ രാശിദശ ഇവിടെയുണ്ട്. മറ്റ് രീതിയിലുള്ള ദശകളൊക്കെ ഇവിടെ അതർദശ എന്നുള്ള ഓപ്ഷനിൽ കാണും. ഇവിടെ നക്ഷത്രദശയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ദശ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. ജന്മതാര, ഉൽപ്പന്നതാര, ക്ഷേമതാര, അതായത് ജന്മനക്ഷത്രത്തിൽ നിന്നും 4ാമത്തെ നക്ഷത്രം, 5ാമത്തെ നക്ഷത്രം, 8ാമത്തെ നക്ഷത്രമൊക്കെ എടുത്തിട്ട് കാണാനുള്ള ഓപ്ഷനാണ്. ഇനി അതുകൂടാതെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഫുടത്തിൽ നിന്ന് കാണാം, ലഗ്നസ്ഫുടത്തിൽ നിന്ന് കാണാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെയാണ് അവിടെയുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് രാശി, നവാംശം, ഹോര എന്നൊക്കെ തുടങ്ങി വർഗ്ഗചക്രങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ഈ വർഗ്ഗചക്രങ്ങളിലെ ചന്ദ്രസ്ഫുടം അടിസ്ഥാനമാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് കാണാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് സെലക്ഷൻസ് കിട്ടും. ഒരുപാട് റിസർച്ച് നമുക്ക് ചെയ്യാൻ പല രീതിയിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് ജന്മതാരയും രാശി D1 ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത്രയാണ് നമ്മൾക്ക് ഇതിൽ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇനി അതുകൂടാതെ തന്നെ വലതുവശത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ലൊക്കേറ്റ് ആൻ ഇവൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് റിസർച്ചൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജാതകത്തിൽ നിശ്ചിത സംഗതി നടന്ന എന്തെങ്കിലും ഒരു സംഭവം നടന്ന ഒരു ഡേറ്റ് നമ്മൾക്കറിയാം. ആ സമയത്ത് ഏതൊക്കെയായിരുന്നു ദശാപഹാര ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ പരിധി പോകുന്നതിന് പകരം ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഉപയോഗിക്കുകയാണ്. ലൊക്കേറ്റ് ആൻ ഇവൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്ന പ്രധാനപ്പെട്ട സംഗതികൾ നടന്ന ഒരു ഡേറ്റ് കൊടുക്കാം. ഇവിടെ എനിക്ക് 2014 മെയ് 15-ാം തീയതി ഒരു ചെറിയ ബൈക്ക് അപകടം നടന്നിരുന്നു. നമ്മൾ ജസ്റ്റ് അത് കൊടുക്കുകയാണ്. മെയ് 15, 2014 ഏകദേശം രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് നമ്മളത് എത്ര വരെ അടിസ്ഥാനപ്പെടുത്തി പോകണം. അപ്പോൾ മഹാദശ മതിയെങ്കിൽ അത് മാത്രം മതി. നമ്മൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ദേഹ അന്തർദശ വരെ നമ്മൾക്കവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എനിക്ക് അപകടം നടന്ന സമയത്ത് ശനി ദശയിൽ, ബുധൻ്റെ അന്തർദശയിൽ, രാഹുവിൻ്റെ പ്രത്യന്തരദശയിൽ, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും സൂക്ഷ്മതലത്തിൽ വരെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കാണാൻ പറ്റും. മെയ് 15-ാം തീയതി രാവിലെ ഏകദേശം ഇവിടെയാണ് വരുന്നത്. ദേഹാന്തർദശ ഇവിടെ ശനിയുടേതായിട്ട് വരും. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായിട്ട് പോലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ സംഭവം നടന്ന സമയത്തെ ദശകളൊക്കെ, ദശാപഹാര ചിത്രങ്ങളുടെ സൂക്ഷ്മതലത്തിൽ വരെ പോയിട്ട് നോക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിപ്പോൾ നിങ്ങൾക്ക് വിവാഹ വിഷയമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വർഗ്ഗചക്രങ്ങളോ, അപകടങ്ങളാണെങ്കിൽ ഷഷ്ടാംശം, അഷ്ടാംശമൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു മുഖവുരയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത് വളരെ നല്ലൊരു ടൂളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി അതിന് ശേഷമുള്ളത് ഷിഫ്റ്റ് ദശാ ഡേറ്റ്സ്. നമ്മൾക്ക് പലപ്പോഴും അയനാംശമൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. സോഫ്റ്റ്വെയറിന് ചില മിസ്റ്റേക്കുകളാവാം, അല്ലെങ്കിൽ അയനാംശത്തിലെ തന്നെ പാകപ്പിഴകളൊക്കെ കൊണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് ഒരു സംഗതി നടന്ന സമയം, ആ സമയത്ത് ഇന്ന ദശയിൽ ഏത് നടക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ദശാപഹാരങ്ങളൊന്നും സൂക്ഷ്മതലത്തിൽ കിട്ടുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് ദശ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ എത്രത്തോളം അത് മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ അപകടം നടന്ന
സമയം നമ്മൾക്കൊരു തൃപ്തി തോന്നില്ല, ആ ഗ്രഹത്തിൻ്റെ സമയത്ത് നമുക്കൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 ദിവസം കൂട്ടി കൊടുക്കാനും കുറച്ച് കൊടുക്കാനും അങ്ങനെ ദശയിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസൊക്കെയാണ് ഇത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വേണ്ട വിധത്തിൽ. അതിനുശേഷം ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ദശയിലുള്ള ഓപ്ഷനില്ല, നമ്മൾ ഇയർ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കേണ്ടത്. ഇപ്പോൾ ട്രൂ സിഡറൽ സോളാർ ഇയർ തന്നെയാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് എല്ലായിടത്തും ഉപയോഗിച്ച് കാണുന്നത്. അതുകൂടാതെ നമുക്ക് അതിനുശേഷമുള്ള പ്രിഫറൻസ് റിലേറ്റഡ് ടു ദശാസ് അതുണ്ട്. ഇത് രണ്ടിലേതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ രണ്ടും നമ്മൾ ഡിഫോൾട്ടായിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ സോഫ്റ്റ്വെയറിലും അങ്ങനെ ഇവിടെയുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ത്രിഭാഗി വേരിയേഷൻ, അത് നമ്മൾ വിംശോത്തരി ദശയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ദശകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ് നക്ഷത്രത്തിൻ്റെ സൂക്ഷ്മതലത്തിൽ നമ്മളതിനെ അനലൈസ് ചെയ്ത് പോകുന്നത്. ത്രിഭാഗി വേരിയേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ പിന്നീടുള്ള വിംശോത്തരി ദശയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതില്ലെങ്കിൽ അഷ്ടോത്തരി ദശ, കാലചക്രദശ, യോഗിനി ദശ, ഇവിടെ എല്ലാം ഓരോരോ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ദശകൾ തന്നെയാണ് ഇതൊക്കെ. അതിൻ്റെ അടിയിൽ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം. ദ്വിസപ്തതി സമദശ, ഷട്രിംശ സമദശ എന്നൊക്കെ പറഞ്ഞ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ദ്വിസപ്തതി സമദശയാണെങ്കിൽ അത് എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല. അവിടെ അപ്ലിക്കബിൾ ആവുന്ന കേസുകൾ ലഗ്ന ലോഡിൻ 7th or 7th ലോഡിൻ ലഗ്ന. ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ നിങ്ങൾക്കറിയാം 7ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് ശുക്രൻ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ദശ എടുക്കാവുന്നതാണ് എന്നുള്ളൊരു സജഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് താഴെയുള്ള ഓരോരോ ദശകൾ കണ്ടീഷണലാണ്. ചില കണ്ടീഷൻ ജാതകത്തിൽ ഉണ്ടായാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടീഷൻ അവിടെ മുകളിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ള വിംശോത്തരി, അഷ്ടോത്തരി, കാലചക്ര ദശയൊക്കെ നമുക്ക് ജനറലായിട്ട് ഉപയോഗിക്കുന്ന ദശകളാണ്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ത്രിഭാഗി വേരിയേഷൻ ജനറലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷമുള്ള ഈ ദ്വിസപ്തതി സമദശയും അങ്ങോട്ടുള്ള ദശകളാണ് കണ്ടീഷണലായിട്ടുള്ള ദശകളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ, നക്ഷത്രദശയുടെ സെക്ഷനിൽ. അത് കഴിഞ്ഞ് രാശിദശ വന്നു കഴിഞ്ഞാൽ നിരയന ശൂലദശയാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അതിലും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ആ സ്പേസിൽ നമ്മൾ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് ദശ അവിടെ കണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ വേറെ ഒരുപാട് ദശകൾ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഇതിന് അനുബന്ധമായിട്ടുള്ള ദശകളായിരിക്കും ഇവിടെ ഉണ്ടാകുക. അവിടെ കണ്ട ദശകളൊന്നും ഇവിടെ നിങ്ങൾക്ക് കാണില്ല. അതായത് ഷട്രിംശ സമദശ, ദ്വിസപ്തതി സമദശ അങ്ങനെയുള്ളതല്ല. ഇവിടെ രാശിദശയെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ദശകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചരദശ, പിന്നെ അതുപോലെ തന്നെ യോഗാർദ്ധ ദശ, ശൂലദശ, നിരേന ശൂലദശ, ബ്രഹ്മദശ, സ്ഥിരദശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാലഘട്ടം വേണ്ടി വരും. നമുക്ക് ഏതൊക്കെയെങ്കിലും ഇത് ചില ആചാര്യന്മാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചരദശ പരാശരൻ്റെതാണ്. ചരദശയിൽ തന്നെ കെ എൻ റാവു എന്ന് പറഞ്ഞ ആചാര്യൻ വേറെ ഒരു രീതി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെയാണ്. അങ്ങനെയുള്ള കാൽക്കുലേഷൻസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഒരു റിസർച്ച് പർപ്പസ് എന്നുള്ള രീതിയിലും മറ്റെന്തെങ്കിലും രീതിയിലും. അതിനുശേഷമുള്ള അതർ ദശാസിൽ കൊടുത്തു കഴിഞ്ഞാലും അവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. മൂലദശ, നൈസർഗിക ദശ, താരദശ, കാലദശ, ചക്രദശ, അങ്ങനെ ഓരോരോ ദശകൾ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദശകളുടെ ഒരു ടൂളിൽ മാത്രം തന്നെ ഒരുപാട് ബൃഹത്തായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ല അത്രയും ബൃഹത്തായ രീതിയിൽ തന്നെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത്രയും റിസർച്ച് ചെയ്യാനുള്ളൊരു ടൂള് ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഉപയോഗിച്ച് ജ്യോതിഷത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ അറിവ് നേടാൻ വളരെയധികം ഉപകരിക്കും. ആഴത്തിൽ പഠിക്കാനൊക്കെ ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ വളരെയധികം ഉപയോഗപ്രദമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സുകളിലുള്ളത്. നിങ്ങൾക്കേവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.